അമേരിക്കയുടെ വലിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു. 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി അഥവാ ഞായറാഴ്ച യുദ്ധം ആരംഭിക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സൗദി ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ മന്ത്രി അഥവാ അദ്ദേഹം പറയുന്നത് ഒരിക്കലും പിന്നോട്ട് പോകരുത്. ട്രംപിന് ഒരു താക്കീതായിട്ടാണ് പറയുന്നത്. ട്രംപിന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി ഇറാനെതിരെയുള്ള സൈനിക നീക്കം നടപ്പിലാക്കിയിട്ടെങ്കിൽ ഇറാൻ കരുത്താർജിച്ച് എന്നുള്ള തോന്നൽ ഇറാന് വരികയും അത് സൗദിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടപ്പെടുത്തലിന് സാധ്യതയുണ്ട് എന്നും മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇതാണ് ഇപ്പോൾ സൗദിയുടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് നയം. നമ്മളൊക്കെ സൗദിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു മാനം എന്നുള്ളതാണ്. വാഷിങ്ടൺ നടന്ന ഒരു രഹസ്യ ചർച്ചയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയതെന്ന് ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്സിയോസിൻ്റെ പേജ് പോയി നിങ്ങളൊന്ന് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. ആഴ്ചകളോളം സൈനിക ഭീഷണി മുഴക്കിയ ശേഷം അമേരിക്ക പിന്നോട്ട് പോകുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് ഈ സൗദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഇടപെടൽ എന്നാണ് ഈ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി വാർത്തയായിട്ടുള്ളത്. നേരത്തെ സൗദി ഗവൺമെൻറ് അഥവാ കിരീട അവകാശിയായിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ളത്, സൽമാൻ രാജാവ് പറയുന്നത്, ഒരു കാരണവശാലും അമേരിക്കയെ നമ്മൾ അനുകൂലിക്കില്ല, അവരെ ആ പ്രവർത്തനം നമ്മൾ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ നടത്തിയത്. പക്ഷേ 4 ചുമരിൻ്റെ ഉള്ളിൽ അടച്ചിട്ട വാതിലിൻ്റെ ആ മുറിക്കുള്ളിൽ അവർ പറയുന്ന വാക്കുകളാണ് ഈ കാര്യങ്ങൾ. ഇത് ആക്സിയോസ് പറയുന്നത് കൃത്യമായി ഇടപെടൽ ഈ അമേരിക്കയുടെ മുൻപാകെ തന്നെ സൗദി ഗവൺമെൻറ് പലപ്പോഴായി നടത്തിയിട്ടുണ്ട് എന്നും RJBC ന്യൂസിൻ്റെ നിരീക്ഷണവും പറയുന്നുണ്ട്. ഒറ്റ ന്യൂസല്ല, ആക്സിയോസ് മാത്രമല്ല. സൗദി അറേബ്യയുടെ നിലപാടിൽ ഈ മാറ്റം ഇറാൻ്റെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സഹായകമാവുകയും അവസാനം ഞായറാഴ്ച യുദ്ധം ആരംഭിക്കാൻ ട്രംപ് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൗദി അത്രമേൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.